കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച അബ്രഹാമിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കനക്കുന്നുണ്ട്. അവിടെ കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലെ UDF LDF നേതൃത്വത്തിൽ ഹർത്താലിനൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഷഹീദ് പറയും കൂടുതൽ വിവരങ്ങൾ. ദിവസങ്ങളായി കക്കയത്തും പരിസര പ്രദേശങ്ങളിലും കാട്ടുപോത്തിന്റെ ശല്യമുണ്ട്. ആക്രമണം ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന് ജില്ലാ ഭരണകൂടത്തിലൊക്കെ നിരവധി പരാതി നൽകിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും നടപടി ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ദുരന്തമാണ് ഇന്നലെ അബ്രഹാമിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഡാം സൈറ്റിൽ തന്നെ ഇതിന് നേരത്തെ തന്നെ പലതവണ കാട്ടുപോത്ത് ഉണ്ടായിരുന്നു. അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് അബ്രഹാം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ഈ കാട്ടുപോത്തിന്റെ കുത്തേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കക്കയം ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ദൂരെയാണ് ഈ അപകടം നടന്ന സ്ഥലമുള്ളത്. കക്കയം ടൗണിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ ടൗൺ ഉൾപ്പെടെയുള്ള പരിസരങ്ങളെല്ലാം ഈ വന്യജീവികളുടെ ഭീഷണിയിൽ കഴിയുകയാണ്. നാട്ടുകാരിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം? ഇന്നലെ അബ്രഹാമിന്റെ മരണം ഉണ്ടായി, നിരന്തരമായി വന്യജീവികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ജീവിതം? തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കാട്ടി മാത്രമല്ല, മാസങ്ങളായിട്ട് കാട്ടാന ശല്യമുണ്ട്. അതുപോലെ കുരങ്ങ്, മലയണ്ണാൻ, എല്ലാ മൃഗങ്ങളും ഇവിടെ ഇഷ്ടം പോലെ വിഹരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം തന്നെ നടക്കില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ 2 മാസമായിട്ട് ഈ പ്രദേശത്ത് കാട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങളത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോറസ്റ്റുകാർ 1 പ്രാവശ്യം വന്ന് നോക്കി, അതിന് ജാഗ്രത കാണിച്ചില്ല. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് വനവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു ഫെൻസിങ്, ഒരു 1 കിലോമീറ്റർ ഫെൻസ് ചെയ്താൽ മതി, ചെയ്തില്ല. അതുമാത്രമല്ല, ഇത് ഡാം സൈറ്റിൽ 2 മാസം മുമ്പ് വിനോദസഞ്ചാരികൾ ആക്രമിച്ചു, 2 പേര് ആക്രമിച്ചിരുന്നു. അന്ന് ഇതിനെ ഒന്ന് ഫോളോ ചെയ്തിരുന്നെങ്കിൽ, ട്രാക്ക് ചെയ്തിരുന്നെങ്കിൽ, കാര്യമായിട്ട് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. ഇത് ഒരു കർഷകൻ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ കാർഷികവൃത്തി ഏർപ്പെടുന്ന സമയത്ത് രാത്രിയല്ല പകല് 3 മണിക്കൊന്ന് ആക്രമിക്കുക. അതായത് മനുഷ്യർ തേടി വന്ന് മൃഗങ്ങളെ ആക്രമിക്കുക, അക്രമാസക്ത മൃഗങ്ങളെ കാട്ടി പെരുക. ഇത് മാറ്റം വരണ്ടേ? ഇവിടെ മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ നമ്മൾ ശിക്ഷിക്കുന്നുണ്ട്, തടവിലാക്കുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ ഈ ലാളന മനോഭാവം മാറ്റണ്ടേ? എത്ര കാലമായി നമ്മൾ ഇപ്പോൾ ഞങ്ങൾ കക്കയത്തെ സംബന്ധിച്ച് ഞങ്ങൾ 10-15 വർഷമായിട്ട്, ഞങ്ങളൊക്കെ ഓരോ കേസ് പ്രതികളാണ്. 10-15 വർഷമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന വന്യമൃഗശല്യം അവസാനിപ്പിക്കണം. ഇവിടെ ഒരു 10 വർഷം മുമ്പ് സാഞ്ചുറി പോകണ്ടായിരുന്നു, മലബാർ വന്യജീവി സാഞ്ചുറി. അപ്പോൾ സാഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ഈ ബോർഡ് മുകളിലേക്ക് ഉള്ള ആളുകളുടെ യാത്രയെ പോലും തടസ്സപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ ബോർഡ് വരെ ഞങ്ങൾ വനംവകുപ്പിൻ്റെ അധിനിവേശത്തിൻ്റെ ആ ബോർഡ് വരെ ഞങ്ങൾ മാറ്റി സമരം ചെയ്തിട്ട. അപ്പം വനംവകുപ്പ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇത് നിരന്തരം പരാതിപ്പെട്ടു, സംഭവങ്ങൾ ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് വനംവകുപ്പ് ഒന്നും ചെയ്യാതിരിക്കുന്നത്? നിങ്ങൾ അവർക്ക് അധികാരമില്ല പോലും. ഞാൻ ചോദിക്കാം സാറേ, ഇപ്പം നമുക്ക് ഒരു വന്യമൃഗ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വന്യമൃഗത്തെ വെടിവെക്കണമെങ്കിൽ അല്ലെങ്കിൽ മയക്കുടി വെക്കണമെങ്കിൽ അത് ഓർഡർ കാത്തിരിക്കണം. ഇപ്പോഴും അവറാഞ്ചൻ്റെ മണം വന്നിട്ട് മണിക്കൂർ കഴിഞ്ഞു. അതിനെ വെടിവെക്കാനുള്ള ഓർഡർ വന്നിട്ടില്ല, രേഖ വന്നിട്ടില്ല. എന്നാൽ ഞങ്ങൾ DYFI ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട്, രേഖ പോലും കിട്ടില്ല. നമ്മൾ വയനാട്ടിൽ കേസ് കണ്ടല്ലേ, മണിക്കൂറിൽ കഴിഞ്ഞിട്ടല്ലേ ഒരു തീരുമാനം വരുന്നത്. എന്ത് വെടിയാണെങ്കിലും ഇത് ആ സമയത്തൊരു ക്വിക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു വകുപ്പ് വനവകുപ്പിൻ്റെ അടുത്തില്ല. ക്വിക്ക് ആക്ഷൻ വേണ്ടേ? തീർച്ചയായും. എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്ന ആളുകളാണല്ലോ, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഒരു ആളുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. ഇനിയും ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്നുണ്ട്. എല്ലാവരും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. എന്നും റബ്ബർ വെട്ടാനും അതുപോലെ കൃഷിയിടങ്ങളിൽ പോയി ഉൽപ്പന്നങ്ങൾ ശേഖരിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. എത്രയും പെട്ടെന്ന് ഇനിയുള്ള ഒരാളുകൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടാതെ മനുഷ്യന് സുരക്ഷിതമായി ഈ കൃഷിയിടത്തിൽ സംവിധാനം ഉണ്ടാകും.